ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് കാലത്ത് എഴുന്നേറ്റ് നമ്മൾ ഗേഗൻബാഹ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. സോ ഞാൻ ട്രെയിനിൽ എത്തിയിട്ട് വേറെ വിശേഷങ്ങൾ പറയാട്ടോ. ട്രെയിനിൽ കയറി. അപ്പോൾ നമുക്ക് ഒറ്റ ട്രെയിനാണ്. ജസ്റ്റ് ഇപ്പോൾ ഞാൻ റഡോൾസലിൽ നിന്ന് കയറി എൻ്റെ ട്രെയിനിലിരുന്നു. ഇനിയിപ്പോൾ ഇത് ഗേഗൻബാഹിൽ ഇറങ്ങും. പക്ഷേ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ സിംഗനിലാണ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടുന്ന് ഒരു സ്റ്റോപ്പ് അപ്പുറത്താണ്. സോ അവൾ അവിടെ നിന്ന് കയറും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ബ്രെഡ്സലാണ് കഴിച്ചത്. അപ്പോൾ നമ്മളുടെ തെരേസിനെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 2 hours ഉണ്ട്. നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്താം. ഗൈസ്, അപ്പോൾ നമ്മൾ ഗേഗൻബാഹിൽ എത്തി. നമ്മൾ ഇപ്പോൾ ഇതിൽ കൂടെ നടക്കുകയാണ്. സോ അത്രയും വലിയ ആൾക്കാരൊന്നുമില്ല. ബട്ട് ഇത് നല്ല നേച്ചുറൽ പ്ലേസാണ്. അപ്പോൾ നമ്മൾക്ക് സൈക്കിളൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് സൈക്കിളൊക്കെ ഓടിച്ച് സിറ്റി ഫുൾ കാണാം. ബട്ട് നമ്മൾ സൈക്കിൾ എടുക്കുന്നില്ല, നമ്മൾ നടന്നു പോവാണ്. ഇത് നമ്മുടെ ഒരു മ്യൂസിയം ആണ്. നമ്മൾ ഗേഗൻബാഹിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ പ്ലേസ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കാണാത്ത ഒരുപോലെ കുറേ കളർഫുൾ ഡിസൈൻസ് ഒക്കെ ആയിട്ട്, എല്ലാം കളർഫുൾ ബിൽഡിങ്സ്, വേറെ ടൈപ്പാണ് ഇവിടെ. ഞാൻ എല്ലായിടത്തും കണ്ടേക്കുന്നത് ഒരേപോലെയാണ് ജർമ്മനിയിലെ എല്ലാ സ്ഥലവും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റഡ് ടൂർ എടുക്കാം. ഇവിടെ ടൈമുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വണ്ടിയിൽ നമുക്ക് പോകാവുന്നതാണ്. 7 euros ആണ്. ഇതാണ് നമ്മുടെ സിറ്റി. നല്ല രസമുണ്ട്. ഇത് ടൗൺ സ്ക്വയർ എന്ന് പറയും. നല്ല അടിപൊളിയാണ് ഇത് കാണാനായിട്ട്. ശരിക്കും നല്ല വേറൊരു സ്ഥലത്ത് വന്ന പോലെയുണ്ട് ഈ ഡിസൈൻസൊക്കെ. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോക്കിയാൽ കാണാം. ശരിക്കും നല്ല അടിപൊളിയാണ്. ഈ ഫ്രൂലിംഗ് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ന്യൂ ഇലകളൊക്കെ വന്നു തുടങ്ങി ട്രീസിൽ. പിന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് എല്ലായിടത്തും. നല്ല രസമാണ് ശരിക്കും ഇവിടെ നടന്ന് കാണാനായിട്ട്. ചെറുതായിട്ട് ഒരു തണുപ്പൊക്കെ ഉണ്ട്, പക്ഷെ നല്ല തണുപ്പാണ്. വിചാരിച്ചു നമ്മൾ ഈ ടൗൺ സ്ക്വയറിൽ വെച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നമുക്ക് സ്റ്റഡൊക്കെ കാണാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ കണ്ട പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ നല്ല രസമാണ് ബിൽഡിങ്സ്. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. അപ്പോൾ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, പിന്നെ ഇവിടുത്തെ ലോക്കൽസും ഉണ്ട്. നല്ല വൈബായിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സിറ്റി കാണുന്നത്. അപ്പോൾ വേറൊരു വൈബ് തന്നെയാണ് ശരിക്കും. ഇത് ഞങ്ങളാണെങ്കിൽ ഒരു ഷോപ്പിൽ കയറിയതാണ്. ഒരു ഓൾഡ് ഷോപ്പാണ്, ഈ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പ്. അപ്പോൾ കുറേ ഇങ്ങനെ പഴയ നമ്മൾ കാണാത്ത തരം കുറേ സാധനങ്ങളൊക്കെ അവിടെ കണ്ടു. നല്ല ഈസ്തെറ്റിക്.
ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഫുഡ് അന്വേഷിച്ച് കിടക്കുകയാണ്. ഫുഡ് നമ്മൾ കുറേ കടയിലൊക്കെ നോക്കി, പക്ഷെ എല്ലാം അടച്ചിട്ടേക്കുക. ഇനി 5:30 തുറക്കത്തുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മണിയായി. ഇവിടെയാണെങ്കിൽ എല്ലാവരും 11:30-12 മണിയാകുമ്പോഴേക്കും എല്ലാവരും എല്ലാ ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ കെബാബ് ഷോപ്പിൽ തന്നെ കയറും. കെബാബ് ഷോപ്പിൽ അതിൻ്റെ എപ്പോഴും ഓപ്പണാണ്. ഇപ്പോൾ ഫയർ പാക്കാണെങ്കിൽ എപ്പോഴും ഓപ്പണാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അതിന് നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ടൗൺ സ്ക്വയറൊക്കെ ഞങ്ങൾ ജസ്റ്റ് ചുറ്റി കാണുകയാണ്. സോ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ വണ്ടി കേട്ടോ, സിറ്റി ഫുള്ള് കറങ്ങി. നമ്മൾ യുക്കക്കടയിൽ തന്നെ കയറി. എന്താ വെച്ചാൽ എല്ലാം അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് വല്ല യുക്ക കഴിച്ചിട്ട് നമുക്ക് പുറത്തുനിന്ന് വല്ല ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയുടെ സൈഡിലായിട്ട് ജേക്കബ്സ് വെഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് നടക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് നടന്നിട്ട് നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കയറാം. പിന്നെ പള്ളി കാണിച്ചായിട്ട് ഗായ്സ്, അപ്പോൾ നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് നടന്ന് സൈഡിലേക്ക് ഒരു വഴി കൂടെ വന്നപ്പോൾ നമ്മൾ ആണെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞൊരു ഗാർഡൻ പോലെ കണ്ടു. നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇരിക്കാനായിട്ട്. സോ ഞങ്ങൾ ഈ വ്യൂ കണ്ട് ഇവിടെ ഇരിക്കുകയാണ്. വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഈ വ്യൂ എങ്ങനെയുണ്ട് ഗായ്സ്? ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ശരിക്കും നമ്മുടെ നാട്ടിലത്തെ പള്ളിയുടെ സൈഡിലൊക്കെ മഠമൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ അവിടുത്തെ ഗാർഡൻ പോലെ ഉണ്ടെന്നൊക്കെ. ഇരിക്കാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല രസമാണ് ഇവിടെ ഗാർഡനിൽ. നമ്മള് ഇവിടെ ഒരു ഒഴുകപ്പാലം കണ്ടു. അപ്പൊ നമ്മൾ അതിൽ കയറിയേക്കാണ്. ഇവിടെ കുഞ്ഞു പിള്ളേരാണ് കളിക്കുന്നത്. നമ്മളിപ്പോ ഇതിന്റെ ഒരു മോളിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് താഴെ കാണാം. താഴെ കാണിച്ചു കൊടുത്തേ. താഴേക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് ജസ്റ്റ് പകുതിയിൽ ഇരിക്കുകയാണ്. വേറൊരു റൈഡല്ല, വേറൊരു സ്ഥലത്ത് വന്നേക്കാണ് പാർക്കിന്റെ. അപ്പൊ ഇങ്ങനെ കുറെ കുഞ്ഞു പിള്ളേരാണ്. പിന്നെ നമ്മളിവിടെ ടൂറിസ്റ്റ് അല്ലേ, അപ്പൊ നമ്മളതൊന്നും നോക്കണ്ടല്ലോ. കൊണ്ടിരിക്കാന്ന് ഇവിടെ പെട്ടുപോയിന്ന് തോന്നുന്നുണ്ട്. ഇഴഞ്ഞൊക്കെ കയറേണ്ട വരും ഇനി. അന്ന് താഴേക്ക് തിരിച്ചിറങ്ങി വേറെ വഴി കയറാം. ഇപ്പൊ താഴേക്ക് ഇറങ്ങാണ്. നമ്മുടെ ടേണിലാണ് പിടിച്ചേക്കുന്നത്. താഴെ വീഴുമെന്ന് നമുക്കറിയില്ല, എന്നാലും ശ്രമമാണ്. യെസ്, അപ്പൊ ഞാൻ മേലെ എത്തി കളക്ട് ചെയ്ത്. ഇപ്പൊ ആള് വേറെ വഴി വന്നേക്കാണ്. ഹെലൻ ഇങ്ങനെ കയറി വരുന്നുണ്ട് ഗൈസ്.
ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ ഇച്ചിരി നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഇത്തിരി നേരം. നല്ല ഇച്ചിരി തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇങ്ങനെ പുഴയുടെ സൗണ്ട്, പിന്നെ ഇവിടെ കുട്ടികൾ കളിക്കുന്നു. അങ്ങനെയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങളിവിടെ ഇച്ചിരി നേരം ഒന്ന് ചില്ല് ചെയ്തിട്ട് പള്ളിയിൽ പോകും. വഴിയിൽ നമുക്ക് കുറേ ഫ്ലവേഴ്സൊക്കെ കാണാം. ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ സീസണാണ്. അപ്പോൾ നല്ല രസമുണ്ട് നടക്കാനായിട്ട്. ഗായ്സ് നമ്മൾ ഇതിൽ കൂടെ നടന്ന് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ പക്ഷികളെയൊക്കെ കണ്ടിട്ട് ഇവിടെ പീക്കോക്ക് ഇരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഞങ്ങൾക്ക് ഇതായി തോന്നിയത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇരിക്കുന്നു പീക്കോക്ക്. ഇവിടെയുണ്ട് കുറെ പക്ഷികളും ഷീപ്പൊക്കെ. ഇവിടെ ഇങ്ങനെ മീനുകൾ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കാണാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഇവിടെ നല്ല ലാവൻഡർ പോലെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ അടിപൊളി ഒരു ഫൗണ്ടെയിൻ. ഇതിനുള്ളിൽ ആമയുണ്ട് കേട്ടോ. ആമയുണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്. ക്ലിയർ അല്ലെന്നേ ഉള്ളൂ. ഗായ്സ്, അപ്പം നമ്മളിത് കണ്ട് നമ്മുടെ വീഡിയോ അവിടെ നിർത്താണ്. ബിക്കോസ് നമുക്ക് ചാർജ് ഇല്ല. നമുക്ക് തിരിച്ച് പോകാനായിട്ട് ചാർജ് വേണം. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ പള്ളിയിലൊന്ന് കയറിയായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ ഈ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ഇല്ലേ, അത് കഴിഞ്ഞിരിക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ആ ഈവനിങ് ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ. പിന്നെ ഒരു നല്ല പള്ളി ഇരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഫോൺ ഓൺ ചെയ്തിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു.